ഹലോ മുത്തുമണീസ്, ഇന്നെനിക്ക് നാടകം കാസർഗോഡ് സെൻറ്റ് ജോസഫ് ഫെറോറ പള്ളിയിൽ വെച്ചാട്ടോ. അവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന ദിവസമാണ് ഇന്ന്. പള്ളിയിലാണ് നാടകമെങ്കിൽ മേരി ചേച്ചിക്ക് പള്ളി കയറി തൊഴുക എന്നുള്ളത്, അതായത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനും പോകും മേരി ചേച്ചിൻ്റെ കൂടെ പള്ളീൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ. എനിക്ക് അമ്പലം പള്ളി എന്നുള്ള വേർതിരിവൊന്നുമില്ല കേട്ടോ, എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ. അപ്പോൾ ഒരു നാടകം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാനും കയറി തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ പള്ളിയിൽ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. രണ്ടുപേരിരുന്നിട്ട് മേരിയേച്ചി ഞാൻ ആദ്യം അവിടെ ഇരുന്നിട്ട് കുറേ കേട്ടിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞു സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ അടുത്തോട്ട് പോയി മനസ്സുരുക്കി നന്നായിട്ട് പ്രാർത്ഥിച്ചു. വേറൊന്നും അല്ല കേട്ടോ, നാടകം നല്ല രീതിയിൽ നടക്കാനും തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും കുടുംബത്തിലെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പള്ളി നല്ല വർണ്ണാഭമായ ലൈറ്റ് കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയിലെ ഘോഷയാത്ര പോകാൻ നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് മേരിയേച്ചി അവിടെയുള്ള പ്രസാദം എനിക്ക് കൊണ്ടുതരുന്നത്. ഇത് അരി വറുത്തതാണ്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന പ്രസാദമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കഴിച്ചു. പിന്നെ കൂടുള്ളവർക്ക് കുറച്ച് പ്രസാദം കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് കുറച്ച് പ്രസാദം ഞാൻ കയ്യിലെടുത്തു. നാടക സീസണായി കഴിഞ്ഞാലേ ഏതൊരു ഗുണം എന്താണെന്നറിയോ, നമുക്കൊരുപാട് പള്ളികളും അമ്പലങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഒരു ദിവസം പള്ളിയിലാണെങ്കിൽ പിറ്റേന്ന് ഏതെങ്കിലും നല്ലൊരു പ്രസിദ്ധമായ അമ്പലത്തിലേക്കും ഞങ്ങൾക്ക് നാടകം ഉണ്ടാവുക. ജില്ലകളായ എല്ലാ ജില്ലകളിൽ കൂടെ യാത്രയും ചെയ്യാം. വ്യത്യസ്തമായ കുറേ ആളുകളെയും ആചാരങ്ങളെക്കുറിച്ചൊക്കെ അറിയാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.